ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരീ സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് തൻ്റെ ജനതയോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ തുടങ്ങി വച്ചത്. യഥാർത്ഥത്തിൽ കുറച്ചധികം വിശദീകരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പൂർത്തിയാക്കാതെ ഈ ക്ലാസ്സിലേക്ക് മാറ്റിയത്. ഈ ഒരു സംഭവത്തിൻ്റെ തുടക്കം ഇതിൻ്റെ അവസാനത്തിലാണ് പറയുന്നത്. നമ്മൾ ഓതിയ അവസാനത്തെ ആയത്തുകളിലാണ് ഈ ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശം, അള്ളാഹു അതറുക്കാൻ പറഞ്ഞത് എന്തിനാണ് എന്ന ആ സംഭവത്തിൻ്റെ തുടക്കം അറിയിക്കുന്നത് ഇതിൻ്റെ അവസാനത്തിലാണ്. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഒരു കാര്യം, ഒരു സംഭവം പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും ആദ്യം പറയുക, എന്നിട്ട് പിന്നീട് അതിൻ്റെ സംഭവങ്ങൾ എന്തു ചെയ്യും, വിശദീകരിക്കും. ഇവിടെ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹ് പറയുകയാണ്, വഇദ് ഖാല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്താണ്? മൂസ നബി പറഞ്ഞത് ലിഖൗമിഹി, തൻ്റെ ഖൗമിനോട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറുക്കാൻ. ഖാലു, ഇത് കേട്ട മാത്രയിൽ അവർ പറഞ്ഞു, അതത്തഖിദുനാ ഹുസുവ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസ എന്ന് ചോദിച്ചു. അതിന് മൂസ നബി കൊടുത്ത മറുപടി, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാനൊരു വിഡ്ഢിയാകുന്നതിൽ നിന്ന്, വിവരമില്ലാത്തവനാകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അപ്പം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ കൽപ്പന പറയുക, നിങ്ങളൊരു പശുവിനെ അറുക്കണം. ഇത് കേട്ട മാത്രയിൽ അവർ പ്രതികരിച്ച പ്രതികരണം, ഞങ്ങൾ അറുക്കാമെന്നല്ല പറഞ്ഞത്, പിന്നെയോ അതത്തഖിദുനാ ഹുസുവ, അല്ല മൂസ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഈ ചോദ്യത്തിന്, ഈ ഒരു ഇവരുടെ പ്രതികരണത്തിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇവരെ ആക്ഷേപിച്ചതും ഇവർക്കെതിരെ കോപിച്ചതും പശുവിനെ ആരാധിച്ചതിൻ്റെ പേരിലാണ്. വീണ്ടും അതേ പശുവിനെ കൊണ്ടുവന്നിട്ട് ആ പശുവിനെ അറുക്കാൻ പറയുകയാണോ? ഇതിപ്പോൾ നമ്മളൊന്ന് ട്രോൾ ചെയ്താണോ എന്നവർക്കൊരു സംശയം. കാരണം പശുവിനെ ആരാധിച്ചതിനെ ശക്തമായി എതിർത്ത മൂസ നബി ഇപ്പം ആ പശുവിനോടുള്ള വെറുപ്പുണ്ടാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടൊന്ന് പശുവിനെ അറുക്കാൻ പറയുകയാണോ എന്നവർക്ക് തോന്നി. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തേത്, ഒരു കാരണവുമില്ലാതെ വെറുതെ വന്നൊരു പശുവിനെ ഇറക്കാനോ, ഇതെന്താ ഇത്? അവർക്കൊരു അതിശയം. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വ്യക്തിയെ ഈ ഇസ്രായേലിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൊന്നു. എല്ലാവരും അല്ല അതിൽ പ്രതികൾ, ഒരാളാണ് കൊന്നത്. പക്ഷെ കൊന്നതിന് ശേഷം ഇവരെന്ത് ചെയ്തു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലക്കുറ്റം ആരോപിച്ചു. ആ മനുഷ്യനെപ്പറ്റി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ പല മുഫസ്സിറുകളും വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. സമ്പന്നനായൊരു മനുഷ്യനായിരുന്നു ആ കൂട്ടത്തിൽ. അദ്ദേഹത്തിനാകട്ടെ അനന്തരാവകാശികളില്ല. ഉള്ള ആള് സഹോദരൻ്റെ മകൻ മാത്രമാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ സഹോദരൻ്റെ മകൻ എന്ത് ചെയ്തു? ഇയാളുടെ സ്വത്ത് കിട്ടാൻ വേണ്ടി ഇയാളെ കൊല ചെയ്ത് വേറൊരാളുടെ വീടിൻ്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു എന്നാണ്. അപ്പോൾ ഇതാരാണ് ഇയാളെ കൊന്നത്? ആർക്കും അറിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം തുടങ്ങി. ഈ ആരോപണം നടക്കണ സമയത്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇവരോട് എന്ത് ചെയ്യണത്? ഒരു പശുവിനെ അറുക്കാൻ പറയണത്. ഒരു മനുഷ്യൻ ഇവിടെ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ആ കുറ്റം തെളിയിക്കുന്നതിന് പകരം മൂസ നബി ഇപ്പോഴും അള്ളാൻ്റെ കൽപ്പനയും കൊണ്ട് വന്നിരിക്കുകയാണ് ഒരു പശുവിനെ അറുക്കാൻ. സാധാരണ നമ്മൾ പറയൂലോ, ഇവിടെ വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് നിൻ്റെ ഒരു ഈ ചർച്ച എന്നൊക്കെ പറയും നമ്മൾ, അല്ലേ?
ചിലപ്പോൾ വേറെ എന്തെങ്കിലും ദുനിയാവിൻ്റെ വലിയ ചർച്ചയായിരിക്കും. അപ്പോൾ ഒരാളൊരു മതത്തിൻ്റെ കൽപ്പന പറയാൻ വന്നത് എങ്ങനെ ഉണ്ടാവും? അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറയും. മൂസാ നബി അവിടെ നടന്നൊരു വലിയ ഇൻസിഡൻറ്റ്, ആ സമയത്താണ് മൂസാ നബി പറയണത്, നിങ്ങൾ എന്ത് ചെയ്യ്, ഒരു പശുവിനർക്ക്. ആ സമയത്ത് ഇവർക്ക് തോന്നി, ഇതെന്താ നമ്മളെ കളിയാക്കുകയാണോ? അപ്പോൾ ഇതിൻ്റെ ഹിക്മത്ത് എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്കത് ആ ഒരു ഭാഗം മുഴുവൻ ഓതി അതിൻ്റെ തഫ്സീർ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പശുവിനെ അറക്കാൻ മൂസാ നബി പറഞ്ഞപ്പോൾ മൂസാ നബിയോട് അവർ പ്രതികരിച്ചത്, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസ എന്നാണ്. ഇതിന് മൂസാ നബി കൊടുത്ത മറുപടി എന്താണ്? ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ, ഞാൻ വിവരദോഷികളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അള്ളാഹിനോട് ശരണം തേടുന്നു. അതൊരു വ്യംഗ്യമായ സൂചനയാണ്. ആരാണ് വിവരദോഷികളെന്ന് അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകണം. ഒരു പ്രവാചകൻ അങ്ങനെ പറയണമെങ്കിൽ നമുക്കാണ് തെറ്റുപറ്റിയതെന്ന് അവർ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ വാദം പറയാൻ, ഖാലൂ, അവർ പറഞ്ഞു, ഉദ്ഉ ലനാ, ദഅ യദ്ഉ, ദഅ പ്രാർത്ഥിച്ചു, യദ്ഉ പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ അമ്രാണ് ഉദ്ഉ ലനാ, ഓ മൂസ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, റബ്ബക്, നിന്റെ റബ്ബിനോട്. അപ്പോഴും നമ്മുടെ റബ്ബിനോടൊന്നല്ല ആര് പറഞ്ഞത്? ബനൂ ഇസ്രായേൽ പറഞ്ഞതാ, നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കും മൂസ എന്ന് പറയുന്നതിന് പകരം അപ്പോഴും നിന്റെ റബ്ബെന്നാണ് ആര് പറയണത്? ഇസ്രായേല്യർ പറയുന്നത്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? യുബയ്യില്ലന, ബയ്യന യുബയ്യിനു, ബയ്യന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക എന്നാണ്. യുബയ്യില്ലന, ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതിന്, മാഹിയ, അതെന്താണ്, ആ പശു എങ്ങനെയുള്ളതാണ്, ഏത് രൂപത്തിലുള്ളതാണ് എന്ന് ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി മൂസ നീ നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ മൂസാ നബിയുടെ കൽപ്പന അവരങ്ങ് അനുസരിച്ചാൽ മതി. ബനൂ ഇസ്രായേല്യരുടെ ഒരു സ്വഭാവമാണ്, ഒരു കൽപ്പന കൊടുത്താൽ എന്തു ചെയ്യും, അതിനുശേഷം തുടർച്ചയായി ചോദ്യങ്ങൾ ഇങ്ങനെ ഇടും. എന്തിനാണ്? ആ കൽപ്പന അവർക്ക് നിർവഹിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അവർ ആ പ്രയാസമുള്ള കാര്യത്തെ എങ്ങനെയെങ്കിലും ഒന്ന് അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുന്നത് ചോദ്യങ്ങൾ കൊണ്ടാണ്. അവർ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? യുബയ്യില്ലന മാഹി, അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരണം, അതൊന്ന് വ്യക്തമാക്കി തരണം. അപ്പോൾ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? അതിന് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറ. ഖാല, മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂൽ, തീർച്ചയായും അല്ലാഹു പറയുന്നു, ഇന്നഹാ ബഖറത്തുൻ, ആ ബഖറത്ത്, ആ പശു എന്നത് ലാ ഫാരിളുൻ, ലാ ഫാരിൽ, അത് പ്രായമാകാൻ പാടില്ല, വൃദ്ധയാകാൻ പാടില്ല. ഫാരിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായത് അല്ലെങ്കിൽ പ്രായം ചെന്നത് എന്ന അർത്ഥമാണ് അവിടെ ഫാരിൽ. വലാ ബിക്റുൻ, ബിക്റുൻ എന്ന് പറഞ്ഞാൽ ചെറുതുമാകാൻ പാടില്ല, വലിയ പ്രായം കൂടിയതുമാകാൻ പാടില്ല, നന്നേ ചെറുതുമാകാൻ പാടില്ല. പിന്നെയോ അവാനുൻ, ഇടത്തരമാകണം. ബൈനദാലിക്, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, ബൈനദാലിക്, അതിൻ്റെ ഇടയിൽ ഇടത്തരമായ, ബിക്റാകാൻ പാടില്ല, ഫാരിലാകാൻ പാടില്ല. ചെറുതിനെ പിടിച്ചറുക്കരുത്, നല്ല പ്രായം ചെന്ന കിളവിയായൊരു പശുവിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യരുത്? അറുക്കരുത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ലക്ഷണമൊത്ത പശു ആകണം. അപ്പോൾ അങ്ങനെ ഒരു പശുവിനെ കണ്ടുപിടിച്ചറുത്താൽ മതി. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഫഫ്അലു, അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളൂ. ഫഅല യഫ്അലു, ഇഫ്അലു, നിങ്ങൾ പ്രവർത്തിക്കൂ. ഫഫ്അലു, ആകയാൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. മാ തുഅ്മറൂൻ, നിങ്ങളോട് ഇപ്പോൾ കൽപ്പിച്ചത് എന്താണോ അത് നിങ്ങൾ ചെയ്തു. ഒന്നാമത്തെ ചോദ്യം കുഴപ്പമില്ല. ചില പശുവിനെ ഇറക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് തോന്നും അത് ഏത് പശുവിനെയാണെന്ന്, ചില അത് പറഞ്ഞു തന്നു. ഇനി ഫഫ്അലു മാ തുഅ്മറൂൻ, ഇനി നിങ്ങളോട് പറഞ്ഞ പണി എന്ത് ചെയ്തോ? ചെയ്തു. തീർന്നോ? തീർന്നില്ല. അവർ വീണ്ടും ചോദിച്ചു, ഖാലു ദുഉ ലനാ റബ്ബക്, അവർ പറഞ്ഞു, ഓ മൂസ നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കൂ.
യുബയ്യിൻ ലനാ മാ ലൗനുഹാ, യുബയ്യിൻ ലനാ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, മാ ലൗനുഹാ ദ ലൗൻ കളർ, അതിൻ്റെ കളർ എന്താണെന്നൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി മൂസ നിൻ്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിക്കൂ. അപ്പോഴും മൂസാ നബി എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഖാല മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂൽ തീർച്ചയായും അല്ലാഹു പറയുന്നു, ഇന്നഹാ ബഖറത്തുൻ സഫ്രാ തീർച്ചയായും ആ പശു സഫ്രാ, എന്താ സഫ്രാ? മഞ്ഞ. അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നാണ്. അസ്ഫർ എന്നതിനെ ഒരു സ്ത്രീലിംഗത്തോട് മുഅന്നസായ ഒരു പേരിനോട് ചേർത്തിയാണ് പറയുന്നതെങ്കിൽ അത് സഫ്ര ആവും. ബക്രത്ത് അവിടെ മുഅന്നസായിട്ടാണ്, സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബക്രത്ത്. അതുകൊണ്ടാണ് അസ്ഫർ പറയാതെ എന്തു പറഞ്ഞത്? സഫ്ര പറഞ്ഞത്. അറബിയിൽ അങ്ങനെയുണ്ട്. നമ്മൾ ഇംഗ്ലീഷിലും മറ്റ് മലയാളത്തിലൊക്കെ നമ്മൾ ഒറ്റ കളറേ പറയുള്ളൂ. പക്ഷേ അറബിയിൽ സ്ത്രീലിംഗമാണെങ്കിൽ ആ കളറിന് മാറ്റം വരും. കളറിന് മാറ്റം വരില്ല, കളറിൻ്റെ പേരിന് മാറ്റം വരും. ഇപ്പം അസ്ഫർ മഞ്ഞയാണ്, അത് സ്ത്രീലിംഗത്തോട് ചേർക്കുമ്പോൾ സഫ്രാ. അഹ്മർ ചുവപ്പാണ്, സ്ത്രീലിംഗത്തോട് ചേർക്കുമ്പോൾ ഹംറാ. അബിയൽ വെളുത്തത്, അത് സ്ത്രീലിംഗത്തോട് ചേർക്കുമ്പോൾ ബൈളാ. അസ്വദ് കറുപ്പാണ്, അത് സ്ത്രീലിംഗത്തോട് ചേർത്താൽ സൗദാ. അഹ്ലർ പച്ചയാണ്, അത് സ്ത്രീലിംഗത്തോട് ചേർത്താൽ ഖദ്റാ. അപ്പോൾ സൗദാ, ഖദ്റാ, ബൈളാ. ഈ ഒരു രൂപത്തിൽ കളറിനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് സ്ത്രീലിംഗത്തോട് ചേർത്തുകൊണ്ടാണ് പറയുക. അപ്പോൾ ഒരു സ്ത്രീലിംഗത്തിലുള്ള ഒരു പദത്തിൻ്റെ കളർ അറിയിക്കാൻ, ആ ഒരു വസ്തുവിൻ്റെ കളർ അറിയിക്കാനാണെങ്കിൽ അതിൽ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? അറബിയിൽ പറയുക. അപ്പോൾ സഫ്ര മഞ്ഞ നിറത്തിലുള്ള ഒരു പശു. മാത്രമല്ല ഫാഖിഉൽ ലൗനുഹാ, ഫാഖിഅ എന്താണ് ഈ ഫാഖി എന്ന് പറഞ്ഞാൽ? സാഫി എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം. അതല്ലെങ്കിൽ മറ്റു വിശദീകരണം എന്ന് പറഞ്ഞാൽ നഖിയുൽ ലൗനുഹ, നഖിയു ലൗനിഹ, അതായത് ആ മഞ്ഞ എന്താകണം? നല്ല തെളിഞ്ഞ മഞ്ഞയായിരിക്കണം, നല്ല കടുപ്പത്തിലുള്ള തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ളതാകണം. വെറുതെ ഒരു മഞ്ഞപ്പുണ്ടായാൽ മാത്രം പോരാ. പിന്നെയോ, നിങ്ങൾ ഏതായാലും ചോദിച്ചതല്ലേ, ചോദിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യുക? നല്ല ഉഷാർ മഞ്ഞ നിറത്തിലുള്ള പശുവിനെ തന്നെ ആയിക്കോട്ടെ. ചോദ്യം ചോദിച്ചിട്ട് കുടുങ്ങാണിപ്പോൾ. ചോദിച്ച് അള്ളാഹ് കൊടുത്ത മറുപടി എന്താണ്? അത് മഞ്ഞ നിറത്തിലുള്ളതാകണം, സഫ്രാ. അതാകട്ടെ ഫാഖിഉൽ ലൗനുഹാ, അതെന്താകാൻ പാടില്ല? വേറെ കളറാകാൻ പാടില്ല, അത് തനി മഞ്ഞ തന്നെയാകണം, അതിൻ്റെ നിറത്തിൽ മാറ്റം വരാൻ പാടില്ല. തസുറുൻ നാദിരീൻ, സർറ യസുറു, തസുറു സന്തോഷിപ്പിക്കുക എന്നാണ്, സന്തോഷം ഉണ്ടാവുക. സർറ എന്ന് നമ്മൾ പഠിച്ചില്ലേ, സന്തോഷം, അതിൽ നിന്നാണ് തസുറു വന്നത്. തസുറു എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നതാകണം. അന്നാദിരീൻ, അതിനെ നോക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് തോന്നണം? ഒരു അത്ഭുതം, സന്തോഷം, ഉജബ് തോന്നണം. അതാണ് അതിൻ്റെ അർത്ഥം. തഫ്സീറുകൾ അങ്ങനെയാണ് വിശദീകരിച്ചത്. കാണുന്നവൻ എന്ത് തോന്നണം? ഒരു അത്ഭുതം തോന്നണം. എന്ത് കളറാ അതിന്, അത് മൊത്തം നല്ല മഞ്ഞയിൽ ആണ് ആ പശു ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചില കാര്യങ്ങളെ കണ്ടപ്പോൾ പറയൂല, നമ്മൾ ചില കുതിരയെ കണ്ടാൽ, ചില ഒട്ടകത്തെ കണ്ടാൽ എന്ത് സൈസാന്ന് പറയും. ഇതുപോലെ കാണുന്നവന് പറയണം ഇതെന്ത് പശുവാ. കാണുന്ന ആളുകൾക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിൽ ഉള്ള പശു. അപ്പോൾ നിറം മഞ്ഞയാകണം. ആ മഞ്ഞക്കൊരു കണ്ടീഷൻ വെച്ചു, അത് തെളിഞ്ഞ മഞ്ഞയാകണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? കാണുന്നവർക്ക് അത്ഭുതം തോന്നണം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ചോദ്യം നിർത്തണ്ടേ? നിർത്തിയില്ല. അവരുടെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിച്ചു. എന്താ പറഞ്ഞത്? നിന്റെ റബ്ബിനോട് മൂസ നീ പ്രാർത്ഥിക്കണം, യുബയ്യിൻ ലനാ മാ ഹി, ആ പശു എന്താണ്, എങ്ങനെയുള്ളതാണെന്ന് കൂടി ഒന്ന് റബ്ബിനോട് ചോദിക്കുക. കാരണം ഇന്നൽ ബഖറ, തീർച്ചയായും ബക്കർ പശു, തശാബഹ അലൈന, ഞങ്ങളുടെ മേൽ തശാബഹ സാദൃശ്യമുണ്ടാക്കുന്നു. ഇത് ഏത് പശുവാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ
പറ്റുന്നില്ല. തശാബഹ യതശാബഹ എന്ന് പറഞ്ഞാൽ പരസ്പരം സാദൃശ്യപ്പെടുക എന്നാണ്. ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ വേറെ പശുക്കളുണ്ട്, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തിണങ്ങി വരുന്നില്ല ഞങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ ഒന്നുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. എങ്കിൽ വ ഇന്നാ ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ലമുഹ്തദൂൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ആരാവും? നേർമാർഗം സ്വീകരിച്ചതിനെ അറുക്കുന്നവരാകും. അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ആരാകും? ഞങ്ങൾ ഹിദായത്തിലാവും. ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ നിർവഹിക്കും. അപ്പോൾ മൂസാ നബി കൊടുത്ത മറുപടി ഖാല, മൂസാ നബി പറഞ്ഞു ഇന്നഹു യഖൂൽ, തീർച്ചയായും അല്ലാഹു പറയുന്നു ഇന്നഹ ബഖറത്തുൻ, ആ പശു ലാ ദലൂലുൻ. എന്താ ദലൂൽ എന്ന വാചകം? നിങ്ങൾ ദലൂൽ വേറെ എവിടെയെങ്കിലും കേട്ട് കാണും? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. നമ്മൾ ഓതി ശീലിച്ചൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതിലല്ലാഹു പറയുന്നത് ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവനാണവൻ, ഉപയോഗിക്കാൻ വിധേയപ്പെടുത്തി തന്നു. അപ്പോൾ ദലൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിധേയമാക്കപ്പെടുക, ഉപയോഗിക്കാൻ വിധേയമാക്കപ്പെടുക. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരിക? ലാ ദലൂലുൻ, വിധേയമാക്കപ്പെടാത്തതാകണം, ഉപയോഗിക്കാത്തതാകണം. തുസീറുൽ അർള, തുസീറുൽ അർള എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉഴുതുന്ന. തുസീറു എന്ന് പറഞ്ഞാൽ ഭൂമി ഉഴുതുന്നതിനാണ് എന്ത് ചെയ്യുക? തുസീറു എന്ന് പറയുക. വലാ തസ്ഖിൽ ഹർഫ്, സഖാ യസ്ഖി, നനക്കുക, വെള്ളം കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ വലാ തസ്ഖി, നനച്ചതാകരുത്. അൽ ഹർസ, വിളകൾക്ക്, കൃഷികൾക്ക് വെള്ളം നനക്കുന്നതും ആകരുത്. അപ്പോൾ ഭൂമി ഉഴുതാനോ കൃഷികൾക്ക് വെള്ളം നനക്കാനോ ഉപയോഗിക്കാത്ത, ഇത്തരം പണിയൊന്നും എടുപ്പിക്കാത്ത, നല്ല മഞ്ഞ നിറത്തിലുള്ള, കാണുന്ന ആളുകൾക്ക് കാഴ്ചക്ക് ഭംഗി തോന്നുന്ന ഒരു പശുവാകണം. തീർന്നില്ല. മുസല്ലമത്തുൻ, എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ഉയൂബുകളിൽ നിന്നും സുരക്ഷിതമാകണം. ഒരു ന്യൂനത ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ കൊമ്പിന്, അതിൻ്റെ എന്താ പറയുക, അകിടിന്, അതിൻ്റെ കുളമ്പിന്, അതിൻ്റെ കാലിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പെർഫെക്റ്റ് ആയിരിക്കണം സാധനം. മുസല്ലമത്തുൻ, എല്ലാവിധ ന്യൂനതയിൽ നിന്നും മുക്തമാകണം. ലാശിയത്ത ഫീഹ, അതിൽ കലർപ്പുണ്ടാകാൻ പാടില്ല. എന്തിൻ്റെ കലർപ്പ്? മിൻ ബിയാദിൻ വല സവാദിൻ, കറുപ്പിൻ്റെയോ വെള്ളയുടെയോ കലർപ്പ് എന്തിൽ വരാൻ പാടില്ല? ആ മഞ്ഞയിൽ വരാൻ പാടില്ല. സാധാരണ പശുക്കൾ എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ മിക്സ് ആയിരിക്കും. നല്ലൊരു ഭൂരിപക്ഷ പശുക്കൾ എടുത്തു നോക്കിയാലും മിക്സ്, ഒറ്റ കളറിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അതിന് ഒറ്റ കളറിൽ കിട്ടിയാൽ തന്നെ ഏതാ കിട്ടുക? ഒന്നെങ്കിൽ കറുപ്പായിരിക്കും, അല്ലെങ്കിൽ കറുപ്പ് ചേർന്നതാവും, അല്ലെങ്കിൽ വെളുത്തതാവും, വെളുപ്പ് ചേർന്നതാവും. ഇത് ഏത് കളറാണ് പറഞ്ഞത്? സൊഫ്ര, മഞ്ഞ. ഭയങ്കര പാടാ കിട്ടാൻ. ചോദിച്ചു കുടുങ്ങിയതാണ്. ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു? ഒരു പശുവിനെ അറക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ചങ്ങാതിമാർ എന്ത് ചെയ്തു? ചോദിച്ച് കുറേ കണ്ടീഷൻ അങ്ങ് എന്ത് ചെയ്തു? അള്ളാഹു മുന്നോട്ട് വെച്ചു. അതായത് ഇതൊരു പാടാണ് അവരോട്, ഇതൊരു പാഠം, അവർക്കൊരു അദാബായി അവസാനം ഇതൊരു അറുക്കൽ, ഒരു പരീക്ഷണമായി, ഒരു ബലാ ആയി മാറി. ഇതിപ്പോൾ അറുത്തേ പറ്റുള്ളൂ, പക്ഷേ ഇതിപ്പോൾ എങ്ങനെ സംഘടിപ്പിക്കുക? അങ്ങനെ അവസാനം അവർ തഫ്സീറുകൾ പറയുന്നുണ്ട്, വലിയ വില കൊടുത്ത് ഒരുപാട് തെരഞ്ഞു പിടിച്ച് ഒരു പശുവിനെ അവരെന്ത് ചെയ്തു? കണ്ടെത്തിയെന്നാണ്. അങ്ങനെ ഖാലു, അവർ പറഞ്ഞു, അൽ ആന ജിഅ്ത ബിൽ ഹഖ്. ഖാലു, അവർ പറയാം അൽ ആൻ. അൽ ആൻ എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ. അറബിയിൽ നൗ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അൽ ആൻ. ജിഅ്ത ബി, നീ കൊണ്ടുവന്നു. ജിഅ്ത വന്നു, ജാഅ യജീഉ, അതിൽ നിന്നാണ് ജിഅ്ത, നീ വന്നു. ബിൽ ഹഖ്, ഇപ്പോഴാണ് യാഥാർത്ഥ്യവും കൊണ്ടുവന്നത്, ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞെന്നറിയോ?
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ആ പശുവിനെ അറുക്കാൻ പറഞ്ഞ കൽപ്പനയോടുകൂടി തന്നെ കാര്യം ക്ലിയറായിരുന്നു, ഒരു സംശയവും അതിലില്ല. പക്ഷെ അവർ ചോദിച്ചു കുടുങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? ഖാലുൽ ആന ജിഅ്ത ബിൽ ഹഖ്. മൂസ, ഇപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്? കാര്യം പിടികിട്ടിയത്. നമ്മളിപ്പോൾ ചോദിച്ചു അവസാനം കുടുങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് കാര്യം മനസ്സിലായി എന്ന് പറയും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അർത്ഥേ പറ്റുള്ളൂ. അള്ളാഹ് പറയാണ് ഫദബഹൂഹാ, അങ്ങനെ അവർ ദബഹ യദ്ബഹു ദബ്ഹൻ, ദബഹ അവർ അറുത്തു, അതിനവർ അറുത്തു. വമാ കാദു യഫ്അലൂൻ, വമാ കാദു അവർക്കാകുമായിരുന്നില്ല, യഫ്അലൂൻ അങ്ങനെ പ്രവർത്തിക്കാൻ അവർക്കാകുമായിരുന്നില്ല, കഴിയുമായിരുന്നില്ല. അവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അതിനാണ് അവർ ഒഴിയാൻ വേണ്ടി പല ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതാണ് മുൻഗാമികളെ നശിപ്പിച്ച് കളഞ്ഞ കാര്യം. മുൻഗാമികളെ നശിപ്പിച്ചൊരു കാരണം എന്താണ്? ചോദ്യത്തിൻ്റെ ആധിക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, നിങ്ങൾ എന്തു ചെയ്യരുത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അത് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചതുപോലെ നിങ്ങളെ നശിപ്പിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹ്, നിങ്ങളോട് ഞാൻ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇജ്തനിബൂ, ഫജ്തനിബൂ നിങ്ങൾ വെടിയണം. വമ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും, നിങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യം നിങ്ങൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഫഇന്നമാ അഹ്ലകല്ലദീ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞത് കസ്റത്തു മസായിലിഹിം, ഇത്തരം മസ്അലകളാണ്. അവരുടെ ഇത്തരം ഒരു വിഷയത്തിൽ ഒരു ഹറാമായ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി എന്ത് ചെയ്യും? കുറേ ചോദ്യം വരും. ഇനി ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലോ അതിനെപ്പറ്റിയും ഒരുപാട് ചോദിക്കും. ഇതാണ് നിങ്ങളുടെ മുൻഗാമികൾ എന്ത് ചെയ്തത്? നശിപ്പിച്ച് കളഞ്ഞതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ, 3 കാര്യങ്ങൾ അള്ളാഹു വെറുത്തിരിക്കുന്നു. ഖീല വഖാല, കേട്ടത് അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടതൊക്കെ പറയൽ. വ ഇളാഅത്തുൽ മാൽ, പൈസ വെറുതെ എന്ത് ചെയ്യുക? ദുർവ്യയം ചെയ്യുക. വ കസ്റത്തു സുആൽ, ചോദ്യത്തിൻ്റെ ആധിക്യം. അപ്പം എന്താണ് ഈ കസ്റത്തു സുആൽ? കസ്റത്തു സുആലിനെ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു ഏതൊക്കെ രൂപത്തിൽ കസ്റത്തു സുആൽ വരും. ജനങ്ങളോട് അവരുടെ സമ്പത്ത് ഇങ്ങനെ ചോദിച്ച് നടക്കണ മനുഷ്യന്മാരുണ്ട്, യാചിച്ച് നടക്കണ മനുഷ്യന്മാർ. സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, എനിക്കെൻ്റെ കാര്യം നടക്കണമെന്ന് പറഞ്ഞിട്ട് ആളുകളോട് ചോദിച്ചു നടക്കും. ഒരാളോട് ചോദിക്കും, മറ്റൊരാളോട് ചോദിക്കും. ഇങ്ങനെ അഭിമാനം നഷ്ടപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യം കസ്റത്തു സുആലാണ്. ഒരു വ്യക്തിയെപ്പറ്റി കൂടുതലായി ചികഞ്ഞന്വേഷിക്കുന്നത് എന്താണ്? കസ്റത്തു സുആലാണ്. സമൂഹത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ, ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിലെ ഐക്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി പണ്ഡിതന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഫത്വയുമായി വാങ്ങി ഒരു നാട്ടിൽ പോയിട്ട് ഫിത്ന ഉണ്ടാക്കുന്നത് കസ്റത്തു സുആലാണ്. പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ കാര്യത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് അറബി ഷെയ്ഖുമാരോട് എന്ത് ചെയ്യും? ഒരു ചോദ്യം ചോദിക്കും. അവരവരുടെ നാട്ടിൽ നിന്നുകൊണ്ട്, അവരുടെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് അവർ മറുപടി പറയും. അതേ ഫത്വയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ വന്നിട്ട് വലിയ കിബാർ ഉലമ, ഷെയ്ഖ്, ഫളീലത്തു ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഫത്വ അങ്ങോട്ട് പറയും. ശരിക്കും ആ ഫത്വ കൊടുത്ത ഷെയ്ഖ് അവൻ്റെ ചോദ്യത്തിന് കൊടുത്തതാണ്. അവൻ ചിലപ്പോൾ സൗദി അറേബ്യയിൽ നിന്നിട്ടായിരിക്കും ചോദിച്ചത്. പക്ഷേ ഇന്ത്യക്കാരായ ആളുകളുടെ വിഷയത്തിൽ, കേരളക്കാരായ ആളുകളുടെ വിഷയത്തിൽ, അതല്ലെങ്കിൽ സൊമാലിയക്കാരുടെ വിഷയത്തിൽ, അമേരിക്കക്കാരുടെ വിഷയത്തിൽ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത മറുപടി ആയിരിക്കും വരിക. ഒരേ വിഷയത്തിൽ വ്യത്യസ്ത മറുപടി. ചിലപ്പോൾ കാലത്തിനനുസരിച്ച്, സമൂഹത്തിനനുസരിച്ച്, അവിടുത്തെ പരിസ്ഥിതിക്കനുസരിച്ച് മറുപടി മാറും. പക്ഷേ ഇങ്ങനെ ചോദ്യം ചോദിച്ച് ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുന്നതിനെ പണ്ഡിതന്മാർ കസ്റത്തു സുആൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അള്ളാഹു ഒരു കൽപ്പന നടത്തി, ആ കൽപ്പനയെപ്പറ്റി കൂടുതലായി എന്ത് ചെയ്യുക? ചോദിക്കുക. ചില ആളുകൾ അങ്ങനെയാണ്. ജക്കാത്തിൻ്റെ സമയം വന്നാൽ ഭയങ്കര സംശയമാണ്. ജക്കാത്തിൻ്റെ സമയം വന്നാൽ ഭയങ്കര സംശയം. എങ്ങനെ സംശയം? നമ്മുടെ
ബിസിനസ്സിൻ്റെ സക്കാത്ത്, പിന്നെ നമ്മുടെ ശമ്പളത്തിൻ്റെ സക്കാത്ത്. ഉസ്താദ് ഭാര്യയുടെ സ്വർണ്ണമുണ്ട്, ആ സ്വർണത്തിന് അല്ലെ ഒരു 100 കൂട്ടം ചോദ്യം ഉണ്ടാവും. വളരെ സിമ്പിളാണ് കാര്യം. സ്വർണത്തിന് എന്ത് സക്കാത്ത് കൊടുക്കണം? നമ്മുടെ കയ്യിലെ ക്യാഷ് അത് നമുക്ക് ബിസിനസ്സിൽ നിന്ന് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ നമുക്ക് റെൻ്റായിട്ട് കിട്ടും, ചിലപ്പോൾ നമുക്ക് സാലറി ആയിട്ട് കിട്ടും. ഇതൊക്കെ ഒരു പാത്രത്തിലേക്കാണ് വരുന്നത്. ഇനി നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് ഉൾപ്പെടെ എടുക്കേണ്ടി വരും. വളരെ സിമ്പിളാണ്. പക്ഷെ ചോദിച്ച് അവസാനം പറഞ്ഞു വരുമ്പോൾ എന്തു ചെയ്യും? അപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തടത്തേക്ക് എത്തും. ചില ആളുകൾ അങ്ങനെയാണ്. പണ്ടൊരാൾക്ക് ഉംറ ക്ലാസ് വേണമെന്നൊരു ഉംറ ക്ലാസ് എടുത്തു കൊടുത്തു. ഉംറ ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് കുടുങ്ങി. ചോദ്യത്തോട് ചോദ്യം. അതായത് അവിടെ എത്തുമ്പോൾ എങ്ങനെ, ഇവിടെ എത്തുമ്പോൾ എങ്ങനെ. അതായത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യല്ല, പിന്നെ അത് ചെയ്യണതിന് പകരം വേറെ ചോദ്യങ്ങൾ കണ്ടെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കി. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, നബിയെ എല്ലാ കൊല്ലം ഉണ്ടോ? നബി മൗനം പാലിച്ചു. വീണ്ടും ചോദിച്ചു, നബി എല്ലാ കൊല്ലം ഉണ്ടോ? വീണ്ടും നബി മൗനം പാലിച്ചു. മൂന്നാമത്തെ ചോദ്യത്തിൽ നബി പറഞ്ഞു, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാ കൊല്ലം ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എന്താവും? ബാധ്യതയാകും. എല്ലാ കൊല്ലവും ഇല്ല. ചോദിച്ച് എന്ത് ചെയ്യണ്ട? എല്ലാ കൊല്ലം ആക്കണ്ടെന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് സംശയമുള്ളത് ഞാൻ എന്ത് ചെയ്യാം? മറുപടി തരാം. ചിലപ്പോൾ സ്വഹാബികൾക്ക് പല വിഷയത്തിൽ സംശയം ഉണ്ടാവും. അത് നബിക്ക് നേരത്തെ അറിയാൻ പറ്റും. സ്വഹാബികൾക്കിടയിൽ പല ചർച്ചകളും നബിയുടെ കാതിലെത്തും. അപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ പല ചർച്ചകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ സമൂഹം എന്തായിട്ടുണ്ടാവും? ഒരു ഇഷ്കാലിലായിട്ടുണ്ടാവും, തശ്വീശിലായിട്ടുണ്ടാവും. അതവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു പണ്ഡിതൻ്റെ അല്ലെങ്കിൽ പ്രബോധകന്മാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഏതൊക്കെ വിഷയത്തിൽ വലിയ സംശയം ഉണ്ടെന്ന് നബി അറിഞ്ഞ നബി പറയും, നിങ്ങൾ ചോദിച്ചോ, ഞാൻ മറുപടി പറയാമെന്ന് പറയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തസ്അലു അൻ നശ്യാഅ ഇൻ തുബ്ദ ലക്കും തസ്ഉകും. ലാ തസ്അലു അൻ നശ്യാഅ, നിങ്ങൾ പല കാര്യങ്ങളെപ്പറ്റി നിങ്ങളിങ്ങനെ ചോദിക്കരുത്. ഇൻ തുബ്ദ ലക്കും തസ്ഉകും, അത് വെളിക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് പ്രയാസമാവും. നിങ്ങൾ ചോദിക്കണ എല്ലാ കാര്യത്തിനും ഉത്തരം പറയാൻ നിന്നാൽ അതെന്താകും? തസ്ഉകും, നിങ്ങൾക്കത് പ്രയാസമുണ്ടാക്കും. വഇൻ തസ്അലു അൻഹ, ഇനി നിങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചാൽ, ഹീന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങുന്നത് വരെ നിങ്ങൾക്കത് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ തുബ്ദ ലക്കും, നിങ്ങൾക്കത് വെളിവാക്കി തരും അല്ലാഹു. ഖുർആൻ ഇറങ്ങുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചാൽ അല്ലാഹു എന്ത് ചെയ്യും? വെളിവാക്കി തരും. പക്ഷെ ചോദ്യം കുറക്കുന്നതാണ് നിങ്ങൾക്ക് ഭാരം കുറക്കാൻ നല്ലത്. കാരണം എന്താ? ചോദ്യം ചോദിക്കാനനുസരിച്ച് ഉത്തരം കിട്ടുമ്പോൾ ആ ഉത്തരത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ഭാരിച്ച പണി ചെയ്യേണ്ടി വരും. അപ്പം എന്താണോ പറഞ്ഞത് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഇവിടെ ബനു ഇസ്രായേലിർക്ക് ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു. പിന്നെ അവർക്ക് ആ നാട്ടിൽ ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു പശുവിനെ തേടി പിടിക്കേണ്ടി വന്നു. നമ്മളിപ്പോൾ ചില കുതിരേനെയും ചില ഒട്ടകത്തെയൊക്കെ വളർത്തുമ്പോൾ മേയ്ക്കാനൊന്നും ആവില്ല. അതൊരു എന്താ പറയുക, എൻ്റെ സമ്പത്തിൻ്റെ പോരിശ കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പെരുമ കാണിക്കാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഒട്ടകം എൻ്റെ കയ്യിലാണ്, ഏറ്റവും വിലപിടിപ്പുള്ള കുതിര എൻ്റെ കയ്യിലാണ്. അതിനെ ഭംഗിയായിട്ടൊന്ന് കൊണ്ടു നടക്കുന്നത് നമുക്ക് അലങ്കാരമായിട്ടുണ്ടാവും. അതിന് കൃഷിയൊന്നും ചെയ്യിക്കാനുണ്ടാവില്ല, യുദ്ധത്തിനൊന്നും കൊണ്ടുപോകുന്നുണ്ടാവില്ല. കുതിരേനെ കൊണ്ടുള്ള പ്രധാന പണി എന്താണ്? യുദ്ധത്തിന് ഉപയോഗിക്കലാണ്. ഏറ്റവും നന്ദിയുള്ളൊരു മൃഗമാണ് കുതിര. ആ കുതിരയെ ചില ആളുകൾ വളർത്തുന്നത് എന്തിനാ? ഒരു രസത്തിന്, അത് ഒരു അഭിമാനത്തിൻ്റെ ഒരു കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പശുവിനെ കിട്ടൽ പാടാണ്. ആരെങ്കിലും ഒരു പശുവിനെ ആരെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി വളർത്തലുണ്ടാവോ? ഉണ്ടാവോ? അത് വളരെ റെയറാണ്. അപ്പം അങ്ങനത്തെ ഒരു പശുവിനെ ഇവർ കണ്ടുപിടിച്ച് അവസാനം ഇവരെന്ത് ചെയ്തു? ഇവരറുത്തു. അറുത്ത് കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുകയാണ്, വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ. വഇദ് ഖതൽതും, നിങ്ങൾ കൊന്ന സന്ദർഭം, നഫ്സൻ ഒരു നഫ്സിനെ, ഒരു ദേഹത്തെ, ഫദ്ദാറഅതും ഫീഹാ. ദറഅ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നാണ്. ദഫഅ
അതിൽ നിന്നാണ് ഇദ്ദാറ എന്ന പദം വന്നത്. ഇദ്ദാറ, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ആ കുറ്റമേൽക്കാതെ അത് അവനായിരിക്കും ചെയ്തത്, ഇവനായിരിക്കും ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ നടത്തി. ഇഖ്തിലാഫിലായി, ഭിന്നതയിലായി, പരസ്പരം ഭിന്നിച്ച് ആരോപണം നടത്തി. ആ വിഷയത്തിൽ ആരാണ് കൊലയാളി എന്ന് സ്വയം ആരും പറഞ്ഞില്ല. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. വല്ലാഹു, അല്ലാഹു ആരാണ്? മുഖ്രിജുൻ, പുറത്തു കൊണ്ടുവരുന്നവനാണ്. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ വഹുവ മുഖ്രിജുൻ, പുറത്തു കൊണ്ടുവരുന്നവനാണ്. മാ കുൻതും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ചത്. കത്തമ യക്തുമു, കത്തമ എന്ന് വെച്ചാൽ എന്തിയാ? മറച്ചു വെക്കുന്നതിനാണ്. യക്തുമൂൻ, നിങ്ങൾ മറച്ചു വെക്കുന്നത് പുറത്തു കൊണ്ടുവരുന്നവനാണ് ആര്? അല്ലാഹു. അപ്പോൾ അവിടെ നടന്ന ഇൻസിഡൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു തുടക്ക ഭാഗം ഏതാണ്? ഇതാണെന്നാണ് പണ്ഡിതന്മാർ പറയണത്. ബഹുഭൂരിപക്ഷ മുഫസ്സിറുകളും ഈ ആയത്തിൻ്റെ മുൻപും പിൻപും നോക്കിയിട്ട് അവർ ഇതിനെ ക്രോഡീകരിച്ചത് ആ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടതിൻ്റെ പിന്നാലെയാണ് മഹാനായ മൂസാ നബി എന്ത് ചെയ്യുന്നത്? പശുവിനറക്കാൻ പറയുന്നത്. എന്തിനാണ് പശുവിനറക്കാൻ പറഞ്ഞത്? ഇവർ ആരാണ് കൊന്നതെന്ന ആ കൊലക്കുറ്റം ആരും ഏറ്റെടുക്കാതെ പരസ്പരം എന്ത് ചെയ്തു? കുറ്റാരോപിച്ചപ്പോൾ കൊലയാളിയെ കണ്ടുപിടിക്കാനും ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്താനും വേണ്ടി പശുവിനറക്കാൻ പറഞ്ഞു എന്നാണ്. അതാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്. ഫഖുൽന, അവർ ഫദ്ദാറഅ്തും, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് അല്ലാഹ് പറയുന്നു ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, ഇദ്രിബൂഹു, ലറബ യദ്രിബു, ഇദ്രിബ്, ലറബ അടിച്ചു, യദ്രിബു അടിക്കുന്നു, ഇദ്രിബ് നീ അടിക്കൂ, ഇദ്രിബൂ നിങ്ങൾ അടിക്കൂ, ഇദ്രിബൂഹു നിങ്ങൾ അതിനെ അടിക്കണം. ഏതിനെ? ആ നഫ്സിനെ. ആ ലൊമീർ ഇദ്രിബൂഹുൻ്റെ ഹു എന്ന സർവനാമം, പ്രോണൗൺ, അതിൻ്റെ ലൊമീർ മടങ്ങുന്നത് എങ്ങോട്ടാണ്? നിങ്ങൾ കൊന്ന ആ മൃതശരീരത്തിലേക്കാണ്. നഫ്സൻ വ ഇദ് ഖതൽതും നഫ്സൻ, നിങ്ങൾ അതിനെ അടിക്കണം. ബി ബഅ്ലിഹാ, അതിൻ്റെ ചില ഭാഗം കൊണ്ട്. ആ ബി ബഅ്ലിഹാൻ്റെ ഹ എന്ന ലൊമീർ മടങ്ങണതോ ഇവരർത്ഥ പശുവിലേക്കാണ്. കാരണം ആ മനുഷ്യൻ മരിച്ച മനുഷ്യൻ്റെ ആണാണ് എന്നാണ് തഫ്സീർ പറയണത്. അതുകൊണ്ട് തന്നെ ഹു എന്ന ലൊമീർ അറിയിക്കുന്നത് ആണിനെയാണ്. ബി ബഅ്ലിഹ, ഹ എന്ന ലൊമീർ അറിയിക്കുന്നത് എന്തിനെയാണ്? ഒന്നെങ്കിൽ പെണ്ണിനെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണ്. അപ്പോൾ ഇവിടെ അത് ഏതാണ്? പശുവാണ്. അപ്പോൾ ഈ ഭാഷാപരമായ കാര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ അതിനെ കൊണ്ടടിക്കാൻ പറഞ്ഞത് പശുവിൻ്റെ ഒരു ഭാഗം കൊണ്ട്, നിങ്ങൾ അറുത്ത പശുവിൻ്റെ ഒരു ഭാഗം കൊണ്ട് നിങ്ങളിൽ ആരോ കൊന്ന ആ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യണം? അടിക്കണം. കദാലിക, അപ്രകാരം, യുഹ്യില്ലാഹ്, അല്ലാഹു ജീവിപ്പിക്കുന്നു. അഹ്യാ യുഹ്യി, ജീവിപ്പിച്ചു. യുഹ്യില്ലാഹ്, അല്ലാഹു ജീവിപ്പിക്കുന്നതാണ്. അൽ മൗത, അപ്രകാരമാണ് മരണപ്പെട്ടവരെ അല്ലാഹു ജീവിപ്പിക്കുക. വയുരീക്കും, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനു വേണ്ടിയാണ്. ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്ന ഏതെങ്കിലും ഒരു അത്ഭുതമോ ദൃഷ്ടാന്തമോ ആണ് അവിടെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ, കുറ്റാലോചിക്കുന്നവരാകാൻ. അപ്പോൾ ഇവിടെ മരണപ്പെട്ട മനുഷ്യരെ അള്ളാഹുവിന് ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ആരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്? മൂസാ നബിയുടെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, ആ കൊലയാളിയെ എന്തു ചെയ്യാണ്? കണ്ടുപിടിക്കുകയാണ്. ആ കൊലയാളിയെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ മരണപ്പെട്ട വ്യക്തി ജീവിച്ച് എന്നെ കൊന്നത് ഇന്ന ആളാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അയാൾ പിന്നെ ആരായി? വീണ്ടും മയ്യത്തായി എന്നാണ്. വീണ്ടും മരണപ്പെട്ടു പോയി, വീണ്ടും അയാൾ മരിച്ചുപോയി എന്നാണ്. അപ്പം അദ്ദേഹത്തെ താൽക്കാലികമായി അള്ളാഹു ജീവിപ്പിച്ചത് എന്തിനാണ്? കൊലയാളിയെ കണ്ടുപിടിക്കാനും അള്ളാഹുവിന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് പറയാനും. അള്ളാഹുവിന് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. കാരണം നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചൊരു കൽപ്പനയാണെന്ത്? പശുവിനെ അറുക്കാൻ. അതിനെ നിങ്ങൾ അറുത്തു. നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് കൊലപാതകം. അത് നിങ്ങളൊരു മനുഷ്യൻ എന്ത് ചെയ്തു?
കൊന്നു. അപ്പം അള്ള ചെയ്യണമെന്ന് പറഞ്ഞ ഹലാലായ ഒരു കാര്യമായ പശുവിൻ്റെ മാംസം കൊണ്ട് നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞ ഹറാമായി കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ്റെ ശരീരത്തെ അള്ള എന്ത് ചെയ്യാണ്? ജീവിപ്പിക്കുക. അവിടെ ഒരു ഭാഗത്ത് നിങ്ങളോട് അള്ള ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞു, ഇവിടെ അള്ള നിങ്ങളോട് മനുഷ്യനെ കൊല്ലരുതെന്ന് പറഞ്ഞു. ആ മനുഷ്യനെ കൊന്നതിൻ്റെ തെളിവ് അല്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണ് കൊന്നതെന്ന് അറിയിക്കാൻ വേണ്ടി ആ പശുവിൻ്റെ മാംസം കൊണ്ട് എന്തു ചെയ്യാണ്? ആ ഒരു വിവരം പുറത്തു കൊണ്ടുവരാൻ. ഇതൊരു അത്ഭുതമാണ്. അതാണ് വയുരീക്കും ആയാത്തിഹി, അള്ളാഹുവിൻ്റെ അത്ഭുതം, ആ ദൃഷ്ടാന്തത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം സൂറത്തു ലുക്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ ഖൽഖുക്കും വലാ ബഅസുക്കും ഇല്ലാ കനഫ്സിൻ വാഹിദ. നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചതും ഇനി നിങ്ങളെല്ലാവരും മരിച്ചതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതും ഇല്ലാ കനഫ്സിൻ വാഹിദ, ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെയാണ്. ലോകത്തെ മുഴുവൻ പടപ്പുകളെയും അള്ളാഹു പടച്ചു, എല്ലാവരെയും മരിപ്പിച്ചു, വീണ്ടും ഒന്നുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കനഫ്സിൻ വാഹിദ, ഒരു നഫ്സിനെ ജീവിപ്പിക്കുന്നത് പോലെയാണ്. അള്ളാഹ്ക്ക് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു ചെറിയ പശുവിൻ്റെ മാംസക്കഷ്ണം കൊണ്ടാണ് ഒരു മനുഷ്യനെ അടിക്കാൻ പറഞ്ഞത്. അത് അടിച്ചത് കൊണ്ടാണോ ജീവൻ വെച്ചത്? മാംസക്കഷ്ണം കൊണ്ട് അടിച്ചുകൊണ്ട് ജീവൻ വെക്കുമോ? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു മാംസക്കഷ്ണം എടുത്തിട്ട് മരിച്ച മനുഷ്യനെ അടിച്ചാൽ ദാ മൂസാ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്, നടക്കുമോ? നടക്കൂല. അതൊരു സബബാണ്. ഇവിടെ എല്ലാ കാര്യം ലിക്കുല്ലി ഷൈഇൻ സബബ, എല്ലാ കാര്യത്തിനും അള്ളാഹു ഈ ദുനിയാവിൽ എന്തു വെച്ചിട്ടുണ്ട്? സബബ് വെച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കടലിൽ പിളർത്തി കൊടുക്കുമ്പോൾ അള്ളാഹ് അവിടെ ഒരു സബബ് വെച്ചു. എന്താ സബബ് വെച്ച്? ആ വടി കൊണ്ട് അവിടെ അടിക്കണം. അപ്പോൾ എല്ലാ കാര്യത്തിനും അള്ളാഹു ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലൊരു സബബുണ്ട്, സബബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹ് വെച്ച സബബ് എന്താ? ആ മാംസം കൊണ്ട് ഇതിനെ അടിക്കുക എന്നൊരു സബബ് അള്ളാഹ് നിശ്ചയിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ മശീഅത്തും അള്ളാഹുവിൻ്റെ ഖുദ്റത്തും കൊണ്ടാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തത്? രണ്ടാമത് ജീവിച്ചു. ഇതതിൻ്റെ മർമ്മമാണ്. അപ്പോൾ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അള്ളാഹു ബനു ഇസ്രായേലിയർക്ക് അവരുടെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുക. സൂറത്തുൽ ബഖറയിൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല 5 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നാം എന്തു ചെയ്യും? മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് 5 തവണ. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ, ഇതേ സൂറത്തുൽ ബഖറയിൽ മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കുമെന്ന് ഇബ്രാഹിം നബിക്കൊന്ന് കാണണം. എന്തിനാണ്? അത് ഖൽബിൻ്റെ തുമഅനീനത്തിനാണ്. അത് അള്ളാഹു കാണിച്ചു കൊടുത്തു. പിന്നെ ഒരു സമൂഹത്തെ പറ്റി പറയുന്നുണ്ട്. ആ സമൂഹത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഉറൂഷ്, അതിൻ്റെ മേൽക്കൂരയടക്കം ആ നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്തു? തകർന്ന് തരിപ്പണമായി നശിച്ചുപോയി. അവരെ അള്ളാഹ് വീണ്ടും എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ബനു ഇസ്രായേലിയരിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? ഇടുത്തി വീഴ്ത്തി അള്ളാഹു എന്ത് ചെയ്തു? മരിപ്പിച്ചു. എന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്തു? ജീവിപ്പിച്ചു. സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതിക്കും എന്ന് 5 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളെ വീണ്ടും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. അവിടെയൊക്കെ അള്ളാഹു ഒരു ദൃഷ്ടാന്തം ആളുകൾക്ക് നേർക്ക് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഈ സംഭവം അവർക്കൊരു വലിയ ദൃഷ്ടാന്തമാണ്. പക്ഷേ അവരതിൽ നിന്നും എന്ത് ഉൾക്കൊണ്ടില്ല? പാഠം ഉൾക്കൊണ്ടില്ല. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്. പിന്നീട്. സുമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട്. സമ്മയോ? സമ്മ അവിടെ. 2 പദവും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ. അള്ളാൻ്റെ മുഖം അവിടെയുണ്ട് അല്ലേ? ഫലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. അള്ളാഹുവിനാണ് കിഴക്കും പടിഞ്ഞാറും. നിങ്ങൾ എവിടേക്ക് നിങ്ങളുടെ മുഖം തിരിച്ചാലും അവിടെ ആരുണ്ട്? അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്നാണ് സമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ എന്താണ്? സുമ്മ, പിന്നീട്, ദെൻ എന്ന് പറയാനാണ്. സുമ്മ ഖസത് ഖുലൂബുക്കും, പിന്നീട് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ. ഖസത്, ഖസ എന്ന് പറഞ്ഞാൽ എന്താണ്? കടുത്തു പോവുക എന്നാണ്. ഖസത്
എന്നവിടെ സ്ത്രീലിംഗ പദത്തിൽ ഉപയോഗിക്കാൻ കാരണം അവിടെ ഖുലൂബുക്കും കൽബിൻ്റെ ജംആണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന വെർബ് സ്ത്രീലിംഗ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു, കടുത്തുപോയി. മിൻ ബഅദി ദാലിക്, അതിനുശേഷം. ഏതിനു ശേഷം? ഈ ഒരു വലിയ സംഭവത്തിന് ശേഷം നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തു, കടുത്തുപോയി. കാരണം എന്നിട്ടും നിങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിശ്വാസികളായി വിനയാനിതരായില്ല. എത്രത്തോളം കടുത്തുപോയി? ഫഹിയ കൽ ഹിജാറ, ഫഹിയ, അപ്പോൾ അത് കൽ ഹിജാറ, ഒരു കല്ലുപോലെ കടുത്തുപോയി. തൊട്ടടുത്ത വാചകം ഔ അശദ്ദു ഖസ്വ, കല്ലെന്ന് പറയാൻ പറ്റൂല, കല്ലിനേക്കാളും കടുത്തുപോയി. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉപമിക്കാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഉപയോഗിക്കും. ഏതുപോലെ? ഉലായിക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽ ഹും അദല്ല, അല്ല, അതിനേക്കാളും മോശപ്പെട്ടവരാണ്. അതുപോലെ അല്ലാഹ് പറയാണ്, നിങ്ങളുടെ കൽബുകൾ സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ, അതിനേക്കാളും അശദ്ധായ, കല്ലിന് എത്ര കുസ്വത്തുണ്ടോ അതിനേക്കാളും എന്ത് ചെയ്തു, ആ കസ്വത്ത് നിങ്ങളുടെ ഹൃദയത്തിനുണ്ട്. കാരണം കല്ലിന് കുറേ ഗുണങ്ങളുണ്ട്, അത് അല്ലാഹ് വിശദീകരിക്കുകയാണ്. എന്തൊക്കെ ഗുണമാണ്? വ ഇന്ന മിനൽ ഹിജാറ, തീർച്ചയായും കല്ലുകളിൽ, ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ലമാ യതഫജ്ജറു മിൻഹു, അതിൽ നിന്ന് പൊട്ടിയൊഴുകുന്നതുണ്ട്, അൽ അൻഹാർ, പുഴകൾ, നദികൾ പൊട്ടിയൊഴുകും. ചില നദികളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഉരുള് പൊട്ടിയിട്ടാണ്. ആ പൊട്ടിയ ഉരുള് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ആ വെള്ളം നിൽക്കൂല ചിലപ്പോൾ. കാരണം പാറ പൊട്ടിയാലൊരു പ്രത്യേകതയുണ്ട്, ആ വെള്ളം 365 ദിവസവും കിട്ടും, എത്ര വരൾച്ചയിലാണെങ്കിലും. അപ്പം ചില പാറ പൊട്ടിയിട്ട് നദിയൊഴുകും. വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, തീർച്ചയായും അതിൽ ലമാ യശഖഖു, പൊട്ടിപ്പിളരുന്നതുണ്ട്, ഫയഖ്റുജു മിൻഹുൽ മാ, അങ്ങനെ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് എന്തു വരും? വെള്ളം വരും. ചില പാറ പൊട്ടിയാൽ എന്തു ചെയ്യും? വെള്ളം വരും. അതിനൊരു ഉദാഹരണം ഏതാണ്? മൂസാ നബി തൻ്റെ വടി കൊണ്ടടിച്ചപ്പോൾ ഒരു പാറയിൽ നിന്ന് 12 അരുവികൾ എന്ത് ചെയ്തു വന്നു. മൂസാ നബി ഒരു വടി കൊണ്ടടിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി ആ പാറ വരെ എന്ത് ചെയ്തു? പൊട്ടി. എന്ത് നൽകി നിങ്ങൾക്ക്? കസ്വത്തുള്ള പാറ പോലും നിങ്ങൾക്ക് വെള്ളം നൽകി. ഇനി നോക്കൂ, പിന്നീട് അല്ലാഹ് പറയുന്നത്, വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, തീർച്ചയായും അതിൽ, ആ കല്ലുകളിൽ, ലമാ യഹ്ബിതു, താഴേക്ക് വീഴുന്നതുണ്ട്, മിൻ ഖശിയത്തില്ലാ, അള്ളാനെ ഭയന്നിട്ട് ചില കല്ലുകൾ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? ഉരുണ്ട് താഴെ വീഴും. സുബ്ഹാനല്ലാഹ്, വലിയൊരു കാര്യമാണത്. ചില കല്ലുകൾ അള്ളാനെ പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഉരുണ്ട് തന്നെ താഴോട്ട് വീഴുമെന്ന്. അപ്പം അങ്ങനെ കല്ലിന് സാധിക്കുമോ? സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നുണ്ട്? ചേർത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് തെളിവുകൾ. പാറക്ക് മാറ്റമുണ്ടാകും. ഏതുപോലെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ഈ വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മേലെയാണ് അവതരിച്ചതെങ്കിൽ, ലറഅയ്തഹു, നിനക്ക് തീർച്ചയായും കാണാൻ സാധിക്കും, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാനെ ഭയപ്പെട്ടിട്ട് ആ പർവ്വതം അള്ളാഹുവിന് കീഴൊതുങ്ങ്, തകർന്ന് തരിപ്പണമായി കീഴൊതുങ്ങുന്നത് നിനക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാണ്. എന്നാലോചിച്ച്, അള്ളാനെ ഭയപ്പെട്ടിട്ട്, അള്ളാനോടുള്ള ഖുശൂ കൊണ്ട്, ഭയം കാരണം ഖുർആൻ അവതരിച്ചാൽ എന്നാലോചിച്ച് നോക്ക്. അപ്പോൾ പാറക്കും പർവ്വതങ്ങൾക്കും മാറ്റമുണ്ടാകും. ഏതുപോലെ? മറ്റൊരിടത്ത് അല്ലാഹ് പറഞ്ഞു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ, നമ്മൾ ഏറ്റെടുത്ത അമാനത്തുണ്ട്, ഉത്തരവാദിത്തം, അതല്ല ആകാശത്തിൻ്റെ മുകളിൽ വെച്ചു, ആകാശത്തിൻ്റെ മുന്നിൽ വെച്ചു, പർവ്വതത്തിൻ്റെ മുന്നിൽ വെച്ചു, ഭൂമിയുടെ മുന്നിൽ വെച്ചു.
പിന്നെ അവരെന്താ പറഞ്ഞത്? അയ്യഹ്മിൽനഹ, അവർ അബൈന അയ്യഹ്മിൽനഹ, അത് ഏറ്റെടുക്കുന്നതിനെ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, ഫഅഷ്ഫഖ്ന മിൻഹ, അവർ പേടിച്ച് മാറിയെന്നാണ്. അപ്പോൾ പാറക്കും കല്ലുകൾക്കും പർവ്വതങ്ങൾക്കും വരെ മാറ്റമുണ്ടാകും. പക്ഷേ ഹൃദയം കടുത്തുപോയാൽ അതിന് പിന്നെ മാറാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഉപമ, അള്ളാഹു ചിലതിനോട് സാദൃശ്യപ്പെടുത്തുന്നത് മജാസിയായിട്ടല്ല. മജാസിയായിട്ട് ഖുർആൻ ഉപമകൾ പറയൂല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഖുർആൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു കാര്യമാണ്, ഖുർആൻ മജാസിയായിക്കൊണ്ട് ഉപമകൾ പറയൂല. എന്താ ഈ മജാസി എന്ന് പറഞ്ഞാൽ? ആലങ്കാരികമായി പറയുക, അലങ്കാരത്തിന് വേണ്ടി പറയുക. അങ്ങനെ ഖുർആൻ ഉപമകൾ പറയൂല. ഖുർആൻ ഉപമ പറയുന്നത് ഹഖീഖിയാണ്, യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. നിങ്ങൾ എടുത്തു നോക്കി, ഖുർആൻ്റെ ഏത് ഉപമ എടുത്തു നോക്കിയോ. ഉദാഹരണം ഒന്ന് പറഞ്ഞുതരാം, വളരെ സിമ്പിളായ ഒരു ഉദാഹരണം. അതായത് കടലിൻ്റെ ഇരുട്ടിനെ അള്ളാഹു ഉപമിച്ചു. കടലിൻ്റെ ആഴങ്ങളിൽ ഇരുട്ടുണ്ടെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹു പറഞ്ഞു. ആധുനിക ലോകത്താണ് കടലിൻ്റെ അടിത്തട്ടിൽ എന്തുണ്ടെന്ന് പഠിക്കണത്? ഇരുട്ടുണ്ടെന്ന് പഠിക്കണത്. കടലിൻ്റെ അടിത്തട്ടിൽ കണ്ണ് കാണാത്ത മത്സ്യങ്ങൾ വരെ ഉണ്ടെന്നാണ്. അതിന് കണ്ണിൻ്റെ ആവശ്യമില്ല. പുതിയ പഠനമാണ്. ഇനി നോക്കൂ, നിങ്ങൾ അള്ളയല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല എന്ന് പറയാൻ അള്ളാഹു ഉപമിച്ചത് ഈച്ചയോടാണ്. ഈച്ച അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ അതിൽ നിന്ന് നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങളുടെ ആരാധ്യന്മാർക്ക് കഴിയൂല. എന്താ ഈച്ചേനെ ഉപമിക്കാൻ കാരണം? ഈച്ച ഒരു വസ്തു കഴിക്കുന്നത് ഡൈജസ്റ്റ് ആക്കിയിട്ടാണ്. ഇങ്ങനെ ഈച്ച ഒരു വസ്തു കഴിക്കുന്നത് തന്നെ അവൻ്റെ വയറ്റിലേക്ക് പോണത് എങ്ങനെയാണ്? ഡൈജസ്റ്റഡ് ആയിട്ടാണ്. ഇത് സയൻറ്റിഫിക്കലി തെളിഞ്ഞതാണ്. അപ്പോൾ ആ ഡൈജസ്റ്റായ സാധനം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു മനുഷ്യന് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ഈച്ച തട്ടിക്കൊണ്ടുപോയ കാര്യം. ഈച്ച ഏതായാലും ഒരു ചോറിൻ്റെ മണി ഇങ്ങനെ എടുത്തുകൊണ്ടൊന്നും പോകില്ലല്ലോ. ഈച്ച നമ്മുടെ കയ്യിൽ നിന്ന് എന്താണോ തിന്നത്, കാർന്നെടുത്ത് തിന്നത്, അത് ഈച്ച ഡൈജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂല. അള്ളാഹു ഉപമിച്ച ഉപമ നോക്കണം. നമ്മൾ ഓർക്കുമ്പോൾ എന്താ, ഒരു ഈച്ചേനെയാണോ അള്ളാഹു ഉപമിച്ചതെന്ന് ഓർക്കും. പക്ഷെ ആ ഈച്ച ഒരു വലിയ അത്ഭുതമാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ. ഇങ്ങനെ ഏതെടുത്ത് ആകാശത്ത് നിന്ന് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവനെ പറ്റി പറഞ്ഞു. ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതിനനുസരിച്ച് എന്തു ചെയ്യും? മർദ്ദം കൂടിയിട്ട് അവന് ശ്വസിക്കാൻ കഴിയൂല, അവന് പ്രയാസം ഉണ്ടാവും. ഇത് ഖുർആൻ ഉപമിച്ചു. ഖുർആൻ്റെ ഉപമകളെല്ലാം ഹഖീഖിയാണ്, മജാസിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പലിശ ബാധിച്ചവൻ നാളെ പരലോകത്ത് പിശാച് ബാധിച്ച് മറിഞ്ഞു വീഴവനെ പോലെ ആകുമെന്ന് പറഞ്ഞു. ഈ ആയത്ത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് പിശാച് ഒരു മനുഷ്യൻ്റെ മേത്ത് ബാധിക്കും. പിശാച് ബാധയുണ്ട്, ജിന്ന് ബാധയുണ്ട്. ഒരു മനുഷ്യന് നിഷേധിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഖുർആൻ ഈ ഉപമ ഉപമിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ഖുർആനിൻ്റെ ഉപമകളിൽ ഒന്നാണ് എന്ത്? മനുഷ്യൻ്റെ ഹൃദയം കല്ലുപോലെ അല്ലെങ്കിൽ കല്ലിനേക്കാളും എന്തു ചെയ്യും? കടുത്തുപോകും, പിന്നെ ചിന്തിക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് തുടർന്ന് എന്താണ് പറഞ്ഞത്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹു ആരല്ല? ഗാഫിലല്ല, അശ്രദ്ധനല്ല. അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അല്ലാഹു ആരല്ല? അശ്രദ്ധനല്ല. അത് വിശദീകരിക്കേണ്ട ഒരു ആയത്താണ്, വാചകമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അത് കുറച്ച് വിശദീകരിക്കാം. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് പല സംഭവ വികാസങ്ങളും പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, അള്ളാഹ് ഇത് കാണുന്നില്ലേ, അള്ളാഹ് ഇത് അറിയണില്ലേ. ഈമാനുള്ളവരുടെ ഈമാൻ തന്നെ പലപ്പോഴും പോകാറുണ്ട്. അപ്പം അത് കുറച്ച് വിശദീകരിക്കേണ്ടത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു അശ്രദ്ധനല്ല എന്ന വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹൃദയം കടുത്തു പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ അങ്ങേറ്റം പ്രാർത്ഥിക്കണം. അതിനുള്ള വഴി ഒന്ന് ഈ ഖുർആനിൻ്റെ പഠനവും ഖുർആനിൻ്റെ പാരായണവുമാണ്. പണ്ഡിതന്മാർ ഹൃദയം കടുത്തു പോകാതിരിക്കാൻ, ഹൃദയം ലീനത്ത് സോഫ്റ്റുള്ളതാകാൻ വേണ്ടി ഒരു കാര്യം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ ഖുർആൻ ധാരാളമായി ഓർക്കണം. തിലാവത്തുൽ ഖുർആൻ വത്തദബ്ബുരിഹി, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. നിങ്ങളുടെ ഹൃദയം അലിയും. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഈ ഖുർആൻ അവതരിച്ചാൽ ആ പർവ്വതം പേടിച്ച് തരിപ്പണമാകുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് അലിവുണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർ പറയണത്. മറ്റൊന്ന്, അനാഥകളെ തലോടണം, അനാഥകളെ സ്നേഹിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും? അലിവുണ്ടാകും.
ഇങ്ങനെ പണ്ഡിതന്മാർ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൃദയത്തിന് അലിവുണ്ടാകാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഹൃദയ വിശുദ്ധിയുള്ള അലിവുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹൃദയം കടുത്തുപോകുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബനൂ ഇസ്രായേല്യരുടെ ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്ന വലിയൊരു പാഠം കസറത്തു സുആൽ, ചോദ്യത്തിൻ്റെ ആധിക്യം. അത്തരത്തിലുള്ള വലിയ തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോകാതെ ചോദ്യം കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ ആളുകളായി, അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളായി, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായി, അള്ളാഹുവിൻ്റെ അഹ്ലുകാരാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.